ആഭാരവർദ്ധം ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ എളിയ നമസ്കാരം. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ശ്രീരാമാവതാരം. ബാക്കി അവതാരങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. രാമായണം, ഭാഗവതത്തിലെ രാമായണം. ഈ ഭാഗവതത്തിലെ രാമായണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, മുഴുവൻ രാമായണം ആയിരിക്കില്ല, അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ മാത്രം ആയിരിക്കും എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോവാം. ആകെ 2 വംശങ്ങളാണുള്ളത്. ഒന്ന് ചന്ദ്രവംശം, 2 സൂര്യവംശം. ചന്ദ്രവംശം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചന്ദ്രൻ്റെ പുത്രൻ ബുധൻ ഇളയെ വിവാഹം ചെയ്തു. അതിൽ പുരൂരവസ് എന്നൊരു പുത്രനുണ്ടായി. അദ്ദേഹമാണ് ചന്ദ്രവംശത്തിൻ്റെ സ്ഥാപകൻ. ഇനി അടുത്തത് നോക്കാം, സൂര്യവംശം. വൈവസ്വത മനു, അതായത് മത്സ്യാവതാരത്തിൽ നമ്മൾ പറയുന്നത് സത്യവ്രതൻ, ഒരു രാജാവ് അദ്ദേഹത്തിന് വൈവസ്വത മനുവായി കൊടുത്തു എന്ന് പറയുന്നുണ്ടായി. അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇക്ഷ്വാകു, അവിടെ നിന്നാണ് അദ്ദേഹമാണ് സൂര്യവംശം സ്ഥാപിച്ചത്. അങ്ങനെ അതിനുശേഷം സൂര്യവംശത്തിലും ചന്ദ്രവംശത്തിലും പറ്റി ഏതാണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സൂര്യവംശത്തിൽ ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു. അവരിൽ പ്രധാനപ്പെട്ട ആൾക്കാരെ പറ്റി മാത്രമേ നമ്മൾ പരാമർശിക്കാൻ പോകുന്നുള്ളൂ. കാരണം ബാക്കിയുള്ളവരൊന്നും പറഞ്ഞൊരു കാര്യത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരുടെ എല്ലാം സ്ഥലം, രാജ്യം അയോധ്യ തന്നെയായിരുന്നു. അതിന് യാതൊരു മാറ്റമില്ല. അങ്ങനെ 14ാമത്തെ ഇക്ഷ്വാകുവിൻ്റെ 14ാമത്തെ തലമുറ ഒരുപാട് ആൾക്കാർക്ക് ശേഷമാണ് ഞാൻ പറഞ്ഞത്. അജൻ എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ദശരഥൻ, ശ്രീരാമൻ്റെ അച്ഛൻ ദശരഥൻ. ശരിക്കും ദശരഥൻ്റെ യഥാർത്ഥ പേര് ദശരഥൻ എന്നല്ല, നേമി എന്നായിരുന്നു. നിമി അല്ല കേട്ടോ, നിമി വേറെയാണ്, നേമി വേറെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേന്ന് നീട്ടി പറയാൻ കാരണം. നേമിയായിരുന്നു. അപ്പം ഈ നേമി എങ്ങനെ ദശരഥനായി, അത് നമുക്ക് നോക്കാം. ഇദ്ദേഹം ദേവാസുര വധം നടക്കുന്ന സമയത്ത് ദേവേന്ദ്രൻ ഒരിക്കൽ ഇദ്ദേഹത്തിന് അവിടേക്ക് ദേവലോകത്തേക്ക് സഹായിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു ഈ നേമിയെ. അപ്പോൾ അദ്ദേഹം ആ രഥത്തിൽ ഇരുന്നുകൊണ്ട് എല്ലാ വശവും 8 വശത്തെയും ആകാശത്തിലും ഭൂമിയിലും തൊടാതെ നിന്നുകൊണ്ടും രഥത്തിൽ ഒരേ സമയത്ത് എല്ലാ ദിക്കിലുള്ള അസുരന്മാരെയും വധിച്ചു. ശംഭരൻ എന്ന അസുരനായിരുന്നു ഏറ്റവും അവസാനം വധിക്കപ്പെട്ടത്. ഈ ശംഭരനാരാ നമുക്കിവിടെ പറയാൻ പോകുന്നു. അപ്പോഴേക്കും ദശരഥൻ ഇത് പറഞ്ഞു. ആ സന്തോഷത്തിൽ ഇത്രയും പേരെ ഒരു രഥത്തിലിരുന്നുകൊണ്ട് എല്ലാ ദിശയിലും ഒരേ സമയത്ത് യുദ്ധം ചെയ്ത പ്രഗത്ഭനായ ആളാണ് നേമി. അദ്ദേഹത്തിൻ്റെ ഈ പ്രഗത്ഭതയെ കണ്ട് ദേവേന്ദ്രൻ നൽകിയ പട്ടമാണത് ദശരഥൻ എന്ന്. ദേശം എന്ന് വെച്ചാൽ 10, 8 ദിക്കിലും അഷ്ടദിക്കിലും ആകാശവും ഭൂമിയും ഇതിലെല്ലാം ഒരേ സമയത്ത് ഉള്ള ശത്രുക്കളെ കൊന്നാളാണ് ദശരഥൻ. അങ്ങനെ കിട്ടിയ പേരാണ് ദശരഥൻ. അപ്പോൾ നേമി ദശരഥനായി പിന്നീട് അറിയപ്പെട്ടു. ഇനി നമുക്കെന്താണ് ശംഭരൻ. ഈ ശംഭരൻ എന്ന അസുരനെ ആണ് അദ്ദേഹം ദേവലോകത്ത് വെച്ച് ഏറ്റവും അവസാനം വധിക്കുന്നത്. നമുക്കറിയാം, കശ്യപ പ്രജാപതി ദക്ഷൻ്റെ 13 കുട്ടികളെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു. ആ 13 കുട്ടികളിൽ ഒരു കുട്ടിയാണ് ധനു. ഈ ധനുവിനും കശ്യപനും കൂടി 2 പുത്രന്മാരുണ്ടായി.
ആരൊക്കെയാണെന്ന് അസുര ചക്രവർത്തി, അതായത് അസുര ചക്രവർത്തിയായ ശർമ്മിഷ്ഠയുടെ വൃഷപർവാവ്, അതായത് ശർമ്മിഷ്ഠയുടെ യയാതി വിവാഹം കഴിച്ച ശർമ്മിഷ്ഠയുടെ അച്ഛൻ വൃഷപർവാവ് ഒന്ന്. രണ്ടാമത്തെ പുത്രനാണ് ശംഭരൻ. അങ്ങനെ ശംഭരനായിട്ട് യുദ്ധം ചെയ്ത് അദ്ദേഹം ശംഭരനെ കൊന്നു. അതിനുശേഷം ഭൂമിയിലേക്ക് വന്നു. ഇദ്ദേഹത്തിന് ഈ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് 3 ഭാര്യമാരാണ് ഉള്ളത്. കൗസല്യ, കൈകേയി, സുമിത്ര. ഈ കൈകേയി അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ രഥത്തിൻ്റെ അച്ചാണി വീണുപോയ സമയത്ത് സ്വന്തം കൈകൊണ്ട് ആ അച്ചാണി കൊടുത്ത് ദശരഥനെ രക്ഷിച്ചോളണം. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിനക്ക് ആവശ്യപ്പെടുന്ന 2 വരങ്ങൾ ഞാൻ തരാം എന്ന് പറഞ്ഞിരുന്നു. ഇവരതിന് മറുപടി പറഞ്ഞു, എനിക്ക് വേണ്ട സമയത്ത് ഞാൻ ചോദിച്ചോളാം. അതങ്ങനെ കഴിഞ്ഞു. ഈ അദ്ദേഹത്തിന് കൗസല്യയിൽ ഒരു പുത്രി ഉണ്ടായിരുന്നു. അപ്പോൾ രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ ഈ 4 പേരെ കൂടാതെ കൗസല്യയിൽ ഒരു പുത്രി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേരാണ് ശാന്ത. അദ്ദേഹം ഈ ശാന്തയെ എന്ത് ചോദിച്ചു വെച്ചാൽ, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതനായ ലോമപാതന് എന്ന ഒരു മഹാരാജാവിന് ദത്തായി കൊടുത്തു. കാരണം ഈ ലോമപാതന് സന്താനം ഉണ്ടായിരുന്നില്ല, സന്താന ദുഃഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രമാണ്, സ്നേഹിതനാണ്. അപ്പോൾ ഈ ലോമപാതന് ശാന്തയെ ദത്ത് കൊടുത്തു. അങ്ങനെ ശാന്ത അങ്ങ് മാറി. അതിനുശേഷം പുത്രന്മാരില്ല, ആരുമില്ല. അപ്പോൾ അദ്ദേഹം വസിഷ്ഠ മഹർഷി, കുലഗുരു വസിഷ്ഠ മഹർഷിയാണ്. വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം പുത്രകാമേഷ്ടിയാഗം നടത്തി. അതിന് ആചാര്യനായി ഋഷ്യശൃംഗൻ, ഋഗ്വേദത്തിലെ ഋഷ്യശൃംഗനെ ആചാര്യനാക്കി കൊണ്ടുവന്നു. ഈ ഋഷ്യശൃംഗൻ ആരാ? വിഭാണ്ഡ ഋഷിയുടെ പുത്രനാണ്. വിഭണ്ഡക ഋഷിയുടെ പുത്രനാണ് ആര്? ഋഷ്യശൃംഗൻ. ഈ യാഗത്തിന് ശേഷം ഈ ശാന്തയെ ഋഷ്യശൃംഗൻ വിവാഹം കഴിച്ചു. അതവിടെ അവസാനിച്ചു. ഇനി ഈ യാഗത്തിൽ നിന്ന് ഉത്ഭവിച്ച പായസം അദ്ദേഹം 3 ഭാര്യമാർക്കും കൊടുത്തു. അതിൻ്റെ ഫലമായി രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്ന 4 ശ്രേഷ്ഠന്മാരായ കുട്ടികളുണ്ടായി. ഇവർ വളരെ ചെറുപ്പകാലത്ത് തന്നെ ധനുർവിദ്യയിൽ വളരെ മിടുക്കന്മാരായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദുർവാസാവ് വിശ്വാമിത്ര മഹർഷി ഒരിക്കൽ അയോധ്യയിൽ വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. എല്ലാവരും ചെയ്ത ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ വനത്തിൽ വെച്ച് യാഗങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് ഈ യാഗത്തിന് കുറേ രാക്ഷസന്മാരെല്ലാം വന്ന് മാംസപിണ്ഡങ്ങളൊക്കെ ഇട്ട് മുടക്കുന്നുണ്ട്. അവരെ വധിക്കണം. അതുകൊണ്ട് രാമനെയും ലക്ഷ്മണനെയും വിട്ടുതരണം എന്ന് പറഞ്ഞു. ദശരഥന് മനസ്സ് വന്നില്ല. ഇത്രയും ചെറിയ കുട്ടികളെ എങ്ങനെ അയക്കുക? അദ്ദേഹം പലതും പറഞ്ഞു നോക്കി. ഒടുക്കൽ വസിഷ്ഠ മഹർഷി പറഞ്ഞു, ധൈര്യമായി അയച്ചോളൂ എന്ന് പറഞ്ഞ് ഇവരെ വനത്തിലേക്ക് അയച്ചു. വനത്തിൽ വെച്ച് അവർ എന്ത് ചെയ്തു? ഈ യാഗം മുടക്കുന്ന അസുരന്മാരെ വധിച്ചു. 2 രാക്ഷസന്മാരെയും വധിച്ചു. അതിനുശേഷം അവിടെ നിന്ന് അവർക്കൊരു ന്യൂസ് കിട്ടി. എന്താണ്? മിഥില രാജ്യത്തിൽ സീത സ്വയംവരം നടക്കുന്നുണ്ട് എന്ന വിവരം കിട്ടി. ആ വിവരം കിട്ടിയ സമയത്ത് ഈ മഹർഷി, വിശ്വാമിത്ര മഹർഷി, അവരെയും കൊണ്ട് അങ്ങോട്ട് പോയി.
അവിടെ പോയ സമയത്ത് രാജധാനിയിൽ അദ്ദേഹം വെച്ചിരുന്ന ഒരു നിബന്ധന എന്താ വെച്ചാൽ, പരമേശ്വരൻ ഒരു വില്ല് നൽകിയിട്ടുണ്ട്. ത്രയംബകം എന്നാണ് അതിൻ്റെ പേര്. ആ വില്ലിനെ കുലയ്ക്കുന്നവർക്ക് മാത്രമേ തൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്നൊരു നിബന്ധന വെച്ചിരുന്നു. പല രാജാക്കന്മാരും അതിൽ നോക്കി സാധിച്ചില്ല. ആ സമയത്താണ് ഇവർ പോകുന്നത്. അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് വിശ്വാമിത്രൻ പറഞ്ഞു, അനുഗ്രഹം കൊണ്ട് അവർ ശ്രീരാമൻ അതിനെ പ്രദർശനമൊക്കെ വെച്ച് ആ ത്രയംബകത്തിനെ എടുത്ത് കൊലച്ചു. അങ്ങനെ സീതാദേവിയെ വിവാഹം വെച്ചു. ഇനി വേറൊന്ന് പറയാം. ത്രയംബകം പലരും പറയുന്നുണ്ട്, ത്രയംബകം പറഞ്ഞാൽ ശ്രീരാമൻ്റെ വില്ലല്ലേ എന്ന് പറയുന്നുണ്ട്. ശ്രീരാമൻ്റെ വില്ലല്ല, അത് പരമശിവൻ്റെ വില്ലാണ്. ശ്രീരാമൻ്റെ വില്ല് ഗോദണ്ഡം എന്നാണ് അതിൻ്റെ പേര്. അതുപോട്ടെ, അതങ്ങനെ വിവാഹം കഴിച്ചു. ദശരഥനെ വിവരം അറിയിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ മടങ്ങി അയോധ്യയിൽ വന്നു. സീതാസമേതം അയോധ്യയിൽ വന്നു. ഇനിയാണ് യഥാർത്ഥ രാമായണം തുടങ്ങാൻ പോകുന്നത്. അത് നമുക്ക് നാളെ പറയാം. ആരെയൊക്കെ വധിച്ചു, എങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളത് ഞാൻ പറയാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുക, നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും വേണ്ടി ചെയ്യുക. നമസ്കാരം, നന്ദി. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ധർമ്മോ രക്ഷതി രക്ഷിതക. ധർമ്മോ രക്ഷതി രക്ഷിതക. ധർമ്മോ രക്ഷതി രക്ഷിതക. നമസ്കാരം.